അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഗേറ്റ് കണ്ട നിങ്ങൾ 326 ഹറമിൻ്റെ മദീന മുനവ്വറയിലെ ഹറമിൻ്റെ ഒരു മൂലയിലുള്ള ഗേറ്റാണിത്. ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ആ ദൂരെ ഒരു കാണുന്ന ഒരു മരം കാണാം, ചെറിയൊരു ഉണങ്ങിപ്പിടിച്ച മരം. അതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. ആ ഒരു തോട്ടമായിരുന്നു അത്. അതിൻ്റെ പഴയൊരു രൂപമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ സഖീഫത്തു ബനിസായിദ എന്ന് പറയപ്പെടുന്ന ഒരു ബനിസായിദക്കാരുടെ ഒരു തോട്ടമായിരുന്നു അത്. അഥവാ അൻസാരികളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഗോത്രം നിലനിന്നിരുന്ന സ്ഥലം. ഹൗസിൻ്റെയും അസ്റജിൻ്റെയും ഒക്കെ അന്നത്തെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കാലത്തെ നേതാക്കന്മാർ ഹൗസിൻ്റെ നേതൃത്വത്തിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ, ഖസ്റജി ഗോത്രത്തിൻ്റെ നേതൃത്വം സഅദ് ബിൻ ഉബാദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിന്നെ ഖസ്റജി ഗോത്രത്തിൻ്റെ നേതൃത്വം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് നിന്നിരുന്ന സ്ഥലമാണിത്. അഥവാ ഖസ്റജി ഗോത്രത്തിലെ ബനൂ സായിദക്കാരിൽപ്പെട്ട മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് നിന്നിരുന്ന സ്ഥലം. അതിപ്പോൾ ആ ഒരു ചെറിയ ഉണങ്ങിപ്പിടിച്ച ഒരു മരം മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, ഒരു പ്രൊജക്റ്റ് നടക്കുന്നത് കാരണമായിട്ട് അവിടെ വേലിയൊക്കെ കെട്ടി ബന്ധാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ വരുമ്പോൾ നമുക്കത് ഈ രൂപത്തിലും കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പഴയ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ. ഇപ്പോൾ ഒരു ചെറിയ ഉണങ്ങിപ്പിടിച്ച ഒരു മരം മാത്രമാണ് അവിടെ ഉള്ളത്. ആ ഒരു തോട്ടത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ആദ്യം മഹാനായ സഅദ് ബിൻ ഉബാദയെക്കുറിച്ച് നമുക്കൊന്ന് വിശദീകരിക്കാം. മാനവർകൾക്ക് ധാരാളം സമ്പത്ത് ഉണ്ടായിരുന്നു. ഒരുപാട് പാവങ്ങൾക്ക് സമ്പത്ത് അദ്ദേഹം നൽകാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിനൊക്കെ മുമ്പ് ജാഹിലിയ്യ കാലത്ത് തന്നെ സഅദ് ബിൻ ഉബാദയുടെ ഈ ഒരു തോട്ടത്തിൻ്റെ അടുത്തൊരു കോട്ട ഉണ്ടായിരുന്നു. ആ കോട്ടയുടെ മുന്നിൽ ആർക്കെങ്കിലും ഇറച്ചി നെയ്യൊക്കെ തിന്നാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീട്ടിലേക്ക് വന്നോളൂ, എൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആളെ കൂട്ടുന്ന ആളായിരുന്നു മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നപ്പോൾ പ്രവാചകർക്ക് വേണ്ട ഒരുപാട് സഹായം നൽകിയ വ്യക്തിയാണ് മഹാനായ സഅദ് ബിൻ ഉബാദ. അദ്ദേഹത്തിൻ്റെ വീട് നിന്ന ആ ഒരു സ്ഥലമാണ് ഇപ്പം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു മരമൊക്കെ ഉള്ള ഇവിടെ കൺസ്ട്രക്ഷൻ നൽകാൻ വേണ്ടി വേലി കെട്ടി അവർ ബന്ധാക്കി അവിടെ JCB ഒക്കെ വെച്ച് മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ എന്താണ് വരാൻ പോകുന്നത് എന്ന് അല്ലാഹു ആലം. അത് തന്നെ ആ ഒരു തോട്ടം തന്നെ പുനർനിർമ്മിക്കുകയാണോ എന്താണെന്നും അറിയില്ല. ഏതായാലും നമുക്കിനി വരുമ്പോൾ കാണാൻ എന്താണ് ഇതെന്ന് ആവുക എന്നുള്ളത്. ഇതിനു വേണ്ടി ഒരുപാട് സമ്പാദ്യം നൽകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരുടെ വീടുകൾക്ക് മുന്നിൽ സഅദ് ബിൻ ഉബാദയുടെ ഒരു ഭക്ഷണത്തളിക എപ്പോഴും ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളുമായിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ഒരുപാട് പേര് കുടുംബമില്ലാതെ ഒന്നും സ്വത്തില്ലാതെ ഭക്ഷണമില്ലാതെ കുറേ ആൾക്കാരെ ഓരോരുത്തർ മുവാഫ ചേർത്തുകൊണ്ട് ഓരോ സഹാബാക്കളെ ഓരോരുത്തരെ ഏറ്റെടുത്ത്. എന്നാലും കുറേ പേര് പള്ളിയിൽ താമസിക്കുന്ന അഥവാ അഹ്ലുസ്സുഫയുടെ ഒരുപാട് ആൾക്കാരുണ്ടായി. ആ അഹ്ലുസ്സുഫയിൽപ്പെട്ട ഓരോരുത്തരെ ഭക്ഷണത്തിന് വേണ്ടി ഓരോ ദിവസം ഓരോ സഹാബാക്കൾ കൊണ്ടുപോകുമെങ്കിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഓരോരുത്തരെ ആയിരുന്നില്ല കൊണ്ടുവരുന്നത് തൻ്റെ ഭക്ഷണത്തിന് വേണ്ടി. മഹാനവറുകൾ ആ പള്ളിയിൽ പിന്നെ ബാക്കി ആരൊക്കെയുള്ള ഒക്കെ എല്ലാവരെയും ഒപ്പരം പെറുക്കിങ്ങാണ്ട് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അന്നത്തെ രാത്രിയത്തെ ഭക്ഷണം അവർക്ക് വേണ്ടി വിളമ്പിയിരുന്ന ആളായിരുന്നു സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു. അത്രയേറെ പ്രശസ്തനായ ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ സഅദ് ബിൻ ഉബാദ. മുഴുവൻ അഹ്ലുസുഫിൻ്റെ ആൾക്കാരെയും അങ്ങനെ കൊണ്ടുപോയി അദ്ദേഹം ഭക്ഷണം നൽകി. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സമ്പത്തും റസൂലുള്ളാഹിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ആളായിരുന്നു മഹാനായ സഅദ് ബിൻ ഉബാദ. അൻസാരികളുടെ നേതാവായിരുന്നു. മഹാനവറുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ തന്നെ പഠിച്ചവനെ എനിക്ക് കുറച്ചൊന്നും തന്നാൽ പോരാ, എനിക്ക് ഒരുപാട് നീ ധാരാളം തരണം റബ്ബേ, കാരണം എനിക്ക് ഒരുപാട് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ദുആ ചെയ്തിരുന്നത്. അതുപോലെ അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുകയും മഹാനവറുകൾ വലിയ ധർമ്മിഷ്ഠനായി മാറുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിൽ ഈ ഉബാദ സഖീഫത്ത് ബനി സായിദ എന്ന ഈ തോട്ടം സഅദ് ബിൻ ഉബാദയുടെ ഈ ഒരു തോട്ടവും തമ്മിലുള്ള ഒരു സംഭവമായ ഒരു ചരിത്രം നടക്കുന്നുണ്ട്. ആ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടാനാണ് ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസ കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അൻസാറുകളായ കുറച്ച് ആളുകൾ സഖീഫത്ത് ബനി സായിദ് പറഞ്ഞ ഈ ഒരു പന്തലിൽ അവിചാരിതമായി ഒരുമിച്ച് കൂടുകയാണ്.
കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം അവരെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്തെന്നില്ലാത്ത മാനസിക സംഘർഷം അവർക്കിടയിൽ സംജാതമായി. ആ ഒരു വേളയിൽ അൻസാരികളായ ചില ആളുകൾ ഇപ്പോഴത്തെ മസ്ജിദ് നബിയുടെ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ ബനി സായിദക്കാരുടെ ഈ ഒരു കെട്ടിൻ്റെ ഉള്ളിലെ ഈ കാണുന്ന ഈ മരത്തിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുകയും അവർ വരാനിരിക്കുന്ന ഇസ്ലാമിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ഒരു സൗഹൃദ സംഭാഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യായിരുന്നു. അവരുടെ ആ സംസാരത്തിനിടയിൽ അനൗദ്യോഗികമായി സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാമിൻ്റെ നേതാവായി തീരുമാനിക്കാൻ വരെ അവർ സന്നദ്ധരായി മാറുകയാണ് ചെയ്യുന്നത്. അതിനിടയിൽ അതിലെ കടന്നു പോകുന്ന ഒരു സ്വഹാബി അവർ ഒരുമിച്ച് കൂടുന്ന ഈ വിവരം കേട്ട് ഓടിച്ചെന്നുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആ വിവരം അറിയിക്കുന്നു. അഥവാ മുഹാജിറുകളായ ആരും തന്നെ ആ സദസ്സിലില്ല, അൻസാറുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉമർ ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും ഉടനെ തന്നെ മദീനയുടെ കുറച്ച് ദൂരെയുള്ളായിരുന്ന അവാലിയായിരുന്ന അബൂബക്കർ സിദ്ദീഖിൻ്റെ ഒരു സ്ഥലമുണ്ട്. അവാലിയിൽ അവിടെയായിരുന്നു അന്ന് റസൂലുള്ളാഹി മരിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞയച്ച് പെട്ടെന്ന് വിളിച്ചു വരുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഉമർ ബിൻ ഖത്താബ്. ലോകത്ത് മുസ്ലിങ്ങൾക്ക് ഒരു ഖലീഫ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുക എന്നത് വിശ്വാസികൾ അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവർ ഉമർ റളിയല്ലാഹു ഓടിച്ചെന്ന് അബൂബക്കർ സിദ്ദീഖിനെ ആ വീഡിയോ അറിയിക്കുകയും അബൂബക്കർ സിദ്ദീഖും ഉമർ റളിയല്ലാഹു അൻഹുവും ഒരുമിച്ച് കൂടി ശേഷം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി ഒരു 3 പേരും കൂടി ആ ബനൂ സായിദക്കാരുടെ ആ പന്തലിലേക്ക് പോവുകയാണ്. കാരണം അവർ ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇവർ മുഹാജിറുകളായ ആരുമില്ല, ഖുറൈശികളായ ആരുമില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം അവർ ഒറ്റയ്ക്ക് എടുത്തുകൂടാ എന്ന് മനസ്സിലാക്കി ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് കൊണ്ട് അവരോട് സംസാരിക്കാൻ ഒരുങ്ങുകയാണ് പന്തലിൽ ചെന്നുകൊണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സഅദ് ബിൻ ഉബാദയെ നേതൃസ്ഥാനത്ത് ആക്കിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ഉമർ ആകെ രോഷാകുലനായി അവരോട് സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളവിടെ ഇരിക്കുക, ഞാൻ അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നിങ്ങൾ ചർച്ച ചെയ്തതെല്ലാം ശരിയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെയാണ് ഈ നാട്ടുകാർ. ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അർഹതപ്പെട്ടവരും നിങ്ങൾ തന്നെയാണ്. ഒരു നേതാവിനെ അതിനുള്ള അവകാശമൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തന്നെയാണ്. പക്ഷേ ഖുറൈശികൾക്കൊരു സ്വഭാവമുണ്ട്. അറബികളല്ലാത്ത ആരെയും ഖുറൈശികൾ നേതാവായി അംഗീകരിക്കുകയില്ല. എങ്കിലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചർച്ച പുനരാരംഭിക്കുകയും ചേർന്ന് കുറേ സംസാരങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത അവസാനം അൻസാരികൾ ഒരു മധ്യസ്ഥ നിലയിൽ അൻസാരികൾ പിന്നീട് പറഞ്ഞെന്ന 2 ഖലീഫമാരിരിക്കട്ടെ, ഒന്ന് അൻസാരികളായ ഞങ്ങളിൽ നിന്നും ഒന്ന് ഖുറൈശികളായ നിങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞ് ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സംസാരത്തിൻ്റെ ഗൗരവം ഒന്നുകൂടി കേട്ട് മനസ്സിലായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അവരോട് ഉച്ചത്തിൽ പറഞ്ഞു, ഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അൽ അഇമ്മത്തു മിൻ ഖുറൈശ്. ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളിൽ ഇമാമിൻ്റെ സ്ഥാനം, നിങ്ങളുടെ നേതാവിൻ്റെ സ്ഥാനം ഖുറൈശികളിൽ നിന്ന് മാത്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഖുറൈശികളുടെ ആ മഹത്വവും ആ സ്ഥാനവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ശേഷം ഉമറിനെ ചൂണ്ടിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാ ഈ നിൽക്കുന്നത് ഉമറാണ്. അദ്ദേഹം ഖുറൈശികളിൽപ്പെട്ട ആളാണ്, നിങ്ങൾ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യുക. അത് കേട്ട ഉമർ അത് അംഗീകരിക്കാൻ നിൽക്കാതെ മാറി നിന്നു. അങ്ങനെ അവർ വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കുകയാണ്. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് അൻസാരികളോട് ചോദിച്ചു, ആർക്കാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ള ഈ ഒരു സമുദായത്തിൽ നേതാവായി നിൽക്കാൻ താല്പര്യമുള്ളത് എന്ന് അവരോട് ചോദിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. അപ്പോഴാണ് അൻസാരികൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുകയും
മഅദല്ലാ, അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ, സിദ്ദീഖുള്ള ഒരു സമുദായത്തിൽ ഞങ്ങൾ നേതാവാകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുകയും എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആ ഒരു ബനീ സായിദക്കാരുടെ ഈ കാണുന്ന ഈ ഒരു പന്തലിൽ വെച്ച് ബൈഅത്ത് നടത്തുകയും എല്ലാം ചെയ്യാൻ കാരണമായ ഒരു തോട്ടമാണ്. ആ ഒരു തോട്ടമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഒരു സമുദായത്തിൽ ഇല്ലായിരുന്നെങ്കിൽ അവിടെ സമുദായ മുഹാജിറുകളായിട്ടും അൻസാറുകളായിട്ടും വേർപിരിഞ്ഞു പോകുമായിരുന്നു. ആ ഒരു സമയത്ത് അബൂബക്കർ സിദ്ദീഖിനെ പകരം വെക്കാൻ മറ്റൊരാളില്ലാതെ അവരെല്ലാവരും സഹാബികൾ ഒരുമിച്ച് ആ സദസ്സുകൾക്ക് ഉണ്ടായിരുന്ന എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിന്നെ ബൈഅത്ത് ചെയ്യുകയും അടുത്ത ഖലീഫയായി തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്ന ആ മഹത്തായ സംഭവത്തിന് സാക്ഷിയായ ഒരു തോട്ടമാണിത്. ആ ഒരു ബനീ സായിദക്കാരുടെ ആ ഒരു പന്തലിൽ, ഈ തോട്ടത്തിലുണ്ടായിരുന്ന പന്തലിൽ വെച്ച് നടക്കുന്ന ആ ചർച്ചയായിരുന്നു അതിനെല്ലാം കാരണമായത്. അതാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു സംഭവം നടന്ന മസ്ജിദുൽ ഹറാമിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ ഒരു കെട്ടാണ് ഈ കാണുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ചരിത്രം വളരെ കഴിയുന്ന രൂപത്തിലൊക്കെ ഞാൻ അവതരിപ്പിച്ചു. അള്ളാഹു എല്ലാവർക്കും ഈ പ്രദേശമൊക്കെ വന്ന് കാണാനും അത് അനുഭവിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്മരിക്കാനും എല്ലാമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.